ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഈ സുപ്രഭാതം വെളുപ്പാങ്കാലത്ത് 3 മണി ഒരു വലിയ അനുഗ്രഹ സമയമാണ്. പിയോഫോൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈയിട്ടി ഈശോയുടെ സവിധത്തിലേക്ക് ഈശോയെ കണി കണ്ട് ഉണരാനായിട്ട് എല്ലാവരെയും ഞാൻ സ്നേഹബുദ്ധ്യാ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു വചനത്തോടെ നമുക്ക് ആരംഭിക്കാം. സങ്കീർത്തനം 4-ാം അധ്യായം 7-ാം തിരുവചനം. കർത്താവേ, ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ലഹരിയിൽ അവർക്കുണ്ടായിരുന്നതിനേക്കാൾ ഏറെ ആനന്ദം നീ എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ധാന്യങ്ങളുടെയും വീഞ്ഞിൻ്റെയും സമൃദ്ധി, അതായത് പുറം ലോകം നമുക്ക് തരുന്ന സന്തോഷങ്ങൾ, അതെന്തുമാകാം. സമൃദ്ധിയാകാം, ആരോഗ്യമാകാം, സമ്പന്നതയാകാം, സ്ഥാനമാനങ്ങളാകാം. അതിൽ എനിക്ക് ലഭിച്ച സന്തോഷങ്ങളെക്കാൾ ഏറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ നീ നിക്ഷേപിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ നീ നിക്ഷേപിച്ചിരിക്കുന്നത് സന്തോഷമല്ല, ഒരിക്കലും പറ്റാത്ത ഉറവയാണ്, ആനന്ദമാണ്. അത് താരതമ്യേന പുറം ലോകം നൽകുന്ന സന്തോഷത്തെക്കാൾ ഏറെ വിലമതിക്കാനാവാത്ത ആനന്ദം. മക്കളെ, നിൻ്റെ ഹൃദയത്തിൽ ദൈവം ഇത് നിക്ഷേപിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അതിലേക്കല്ല നോക്കുന്നത്, പുറത്തുനിന്ന് കിട്ടുന്ന ഇത്തിരി സന്തോഷം അതല്ല. ദൈവത്തിന് പ്രഭാതത്തിൽ നീ ഒന്ന് നന്ദി പറഞ്ഞേ. പരിശുദ്ധ അമ്മയെപ്പോലെ എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അമ്മയ്ക്കൊന്നുമില്ലായിരുന്നു പുറം ലോകത്ത്, പക്ഷെ ഉള്ളിലെല്ലാം ഉണ്ടായിരുന്നു, ആനന്ദമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ഹൃദയം എത്രയോ വിഭവസമൃദ്ധമാണ്, എത്രയോ ആനന്ദപ്രദമാണ്. നന്ദി പറഞ്ഞു തുടങ്ങാം. ഒരു സ്തുതി ഒരു അഭിഷേകമാണെന്നറിയാമല്ലോ. ഈശോയ്ക്ക് സ്തുതി. ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, ബന്ധുക്കൾക്ക്, ആ കുടുംബം എന്നും സ്വർഗമായിരിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനേക മക്കൾ വ്യാഴാഴ്ച ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ പറയുകയാണ്, ഞങ്ങൾ സ്തുതി ചൊല്ലി ജീവിതം ആരംഭിക്കുന്നത് കൊണ്ട് ഒരു ചെകുത്താനും ഒരു പിശാചും ഞങ്ങളെ കുടുംബത്തെ ആക്രമിക്കാറില്ല. അത് സ്തുതി വലിയൊരു അത്ഭുതമാണെന്ന് മറക്കരുത്. അതുകൊണ്ട് സങ്കീർത്തകനോടൊപ്പം ഈ പ്രഭാതം തന്ന ദൈവത്തിന്, കൈയിട്ടി ഈശോയോട് ഒപ്പം നിൽക്കാൻ കിട്ടിയ അവസരത്തിന് നന്ദി പറഞ്ഞാലോ. പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു. കർത്താവേ, നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. കർത്താവേ, ശാന്തമായ സായങ്കാലം, വിശ്രമപൂർണമായ രാത്രികാലം, ഏറെ പ്രസരിപ്പുള്ള പുലർകാലം, ഈശോയോടൊപ്പം ആയിരം നന്ദി. നമുക്ക് അപൂർവങ്ങളിൽ അപൂർവമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു നൊവേനയാണ് കൈകെട്ടി ഈശോയുടെ നൊവേന. അതിലേക്ക് 3 നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുട്ടുകുത്തി നിൽക്കുക. മുൾക്കിരീടമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് അണിയാം. കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൊക്കെ നിന്ന് ഒരല്പം വേദന ഏറ്റെടുക്കാം. 2 നിയോഗങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. അതിലാദ്യത്തെ നിയോഗം, എല്ലാ മനുഷ്യരും, ഏറെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായവർ, യുദ്ധം, ദാരിദ്ര്യം, പട്ടിണി, അപകടം, ആപത്ത്, പ്രകൃതി ദുരന്തങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത ദുരിതങ്ങളിൽ ഇന്ന് അനേക മക്കളുണ്ട്. പരിശുദ്ധാത്മാ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അവരെ ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് കൊടുക്കാൻ. കൈനീട്ടി പിടിച്ചു ചൊല്ലാം, ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ
സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈശോയുടെ മുഖത്തേക്കൊന്നുകൂടെ നോക്ക്. ആ കരുണയുള്ള മുഖത്തേക്കൊന്ന് നോക്ക്. നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം. ആഗോള കത്തോലിക്ക സഭ ലിയോ 14 മാർപ്പാപ്പ, കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, ആത്മായ പ്രേക്ഷിതർ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെല്ലാവരും ഇന്ന് ഏറെ പ്രസരിപ്പോടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് വന്ന പൈതങ്ങൾ എല്ലാവരും ഉണരട്ടെ. വിശ്വാസത്തിൽ, സ്നേഹത്തിൽ കൈകൾക്ക് നീട്ടിപ്പിടിച്ചൊല്ലുക. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല. നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടി ഈശോയെ നോക്ക്. നമുക്കിനി നമ്മുടെ ഊഴമാണ്. ഈ പ്രഭാതത്തിൽ നീ ഉണർന്നപ്പോൾ നിന്നെ മഥിക്കുന്ന, നിന്നെ വേട്ടയാടുന്ന, നിന്നെ തടുക്കുന്ന എന്തെല്ലാം ഭാരങ്ങളാണുള്ളത് അല്ലേ? ധാരാളം ഭാരങ്ങളുണ്ട്. സാമ്പത്തിക ഭാരമായിരിക്കാം, കടബാധ്യത, വീടിൻ്റെ ജപ്തിയായിരിക്കാം. ഒരു പക്ഷേ ഒരു വീട് പണി തുടങ്ങി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ജീവിത പങ്കാളിയുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല. മക്കളെക്കുറിച്ചുള്ള ഭാരങ്ങൾ, അവരുടെ പഠനം, ഇൻ്റർവ്യൂ, ഒരു വിസ, ഒരു വിദേശ യാത്ര, ഒരു ജീവിത പങ്കാളി, നല്ലൊരു ജീവിതം. ഒരു വേള നിന്നെ അലട്ടുന്ന മാരകമായൊരു രോഗമായിരിക്കാം. മനസ്സിൻ്റെ അസ്വസ്ഥതകളായിരിക്കാം. നിനക്ക് ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എന്താണ് നിൻ്റെ ഭാരം? എന്തോ ആകട്ടെ, ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചേ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കും. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കൈകളൊക്കെ കൂപ്പി ഈശോ ഹൃദയത്തിലൊന്ന് നന്ദി പറഞ്ഞ് ഈ പ്രഭാതം ഒരു അനുഗ്രഹിക്കട്ട പ്രഭാതമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. കാരണം നമ്മൾ കണി കണ്ടത് ഈശോയാണ്. ഇപ്പോൾ ഈശോ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു രോഗസൗഖ്യം നടക്കുന്നു, ഒരു കുടുംബത്തെ വിശുദ്ധീകരിക്കുന്നു, ഒരു വലിയ ഭാരം ഒഴിഞ്ഞു പോകുന്നു. നിൻ്റെ മകൻ, മകൾ രക്ഷപ്പെടാൻ പോകുന്നു, അവിടെ വിവാഹം നടക്കാൻ പോകുന്നു. ഹൃദയത്തിൽ നന്ദി പറയുന്നതോടൊപ്പം ഈശോയോട് പറ, ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള PO ഭവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും. നാളിതുവരെ ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും അനേക മക്കളുടെ മുമ്പിൽ ഈശോയ്ക്ക് ഉപരി മഹത്വം കൊടുക്കാനായിട്ട് ഞങ്ങൾ വിളിച്ചു പറയും, സാക്ഷ്യപ്പെടുത്തും. പറഞ്ഞേ ഈശോയോട്, നിൻ്റെ വഴികളെല്ലാം തുറന്നിട്ടുണ്ട്, നിൻ്റെ പ്രതിസന്ധികളെല്ലാം മാറിയിട്ടുണ്ട്. ഈശോയുടെ സവിധത്തിലേക്ക്, നടയിലേക്ക് നിനക്ക് നിൻ്റെ കുടുംബത്തിനും വരാൻ സാധിക്കും. കരഞ്ഞും കൊണ്ടാണ് വരുന്നത് പലരും, ചിരിച്ചും കൊണ്ടാണ് പോകുന്നത്. കാരണം കെട്ടുകൾ അഴിച്ചു വിടുകയാണ്. പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ എല്ലാ മക്കളെയും ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഇവിടെ പ്രത്യേക കൗൺസിലിംഗ് ഉണ്ട്. ഓർക്കണം, ആർക്കും പങ്കുവയ്ക്കാം, ഈശോ സംസാരിക്കും. അതുപോലെ വ്യാഴാഴ്ച രാവിലെ 9:30 ശുശ്രൂഷ ആരംഭിക്കും. ഒരുക്ക ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഗാന ശുശ്രൂഷ, കുംഭസാരം, കൗൺസിലിംഗ്, പരിശുദ്ധ ദിവ്യബലി, സ്നേഹവിരുന്ന്, കൈട്ടീശയോടുള്ള അപൂർവങ്ങളിൽ അപൂർവമായ നൊവേന, നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് അഭിഷേക പ്രാർത്ഥന, ആരാധന. ഒത്തിരിയേറെ മക്കൾ നിറഞ്ഞു പോകുന്നുണ്ട്. അടുത്ത വ്യാഴാഴ്ച നിൻ്റെ ദിവസമാണ്, നിൻ്റെ കുടുംബത്തിൻ്റെ കടന്നു വരണം കേട്ടോ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കും. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം
നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.